ഇന്നലെ ചില ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോഴിതാ ലോറിയുടെ ഒരു ഭാഗം കണ്ടെത്തിയത്. അതെന്താണ് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യമാണ് സ്ക്രീനിൽ ഉള്ളത്. ടാങ്കർ ലോറിയിൽ ഉപയോഗിക്കുന്ന ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യന്ത്രഭാഗമാണ് എന്നാണ് മനസ്സിലാകുന്നത്. അത്തരത്തിലാണ് നേരത്തെ അവിടെ നിന്നുള്ള പ്രതികരണവും വന്നത്. അത് നമുക്ക് സ്ക്രീനിൽ കാണാം. സരംഗ് തുടരാം. അപ്പോൾ അത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ തന്നെ ഇന്നലെ കിട്ടിയ സോണുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരത്തിൽ ഈശ്വർ മാൽപ്പെ ഇന്ന് രാവിലെ തന്നെ ഒരു ദൗത്യത്തിന് തുടക്കം കുറിക്കും എന്ന് നമ്മളോട് പറഞ്ഞിരുന്നത്. അതിന് മറ്റ് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും SDRF ഉം NDRF ഉം ഒക്കെ തന്നെ രക്ഷാദൌത്യത്തിനായി ഇറങ്ങുക, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തിരച്ചിലിനായി ഇറങ്ങുക. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നീട് SDRF അവരത്തരത്തിലുള്ള മുങ്ങൽ വിദഗ്ധരുമായിട്ടല്ല ഇവിടെ എത്തിയിട്ടുള്ളത്. അവർ NDRF-നും അതുപോലെ തന്നെ മാൽപ്പെ സംഘത്തിനുമുള്ള ഒരു ബാക്കപ്പ് പ്ലാൻ കൃത്യമായി അവർ തയ്യാറാക്കി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കരയുടെ ഇരുഭാഗങ്ങളിൽ നിന്നും ബോട്ടിൽ നിന്നുമൊക്കെ തന്നെ അവർക്ക് വേണ്ട പിന്തുണ നൽകുകയാണ് തങ്ങളുടെ പ്രഥമ കർത്തവ്യം എന്നാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ആദ്യ പ്രതികരണം. പിന്നീട് NDRF വന്നു. ഇപ്പോൾ NDRF സംഘം ഇത്തരത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഒരു വശത്തൂടെ കൃത്യമായി ബോട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ്. അതുപോലെ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ റഡാർ സിഗ്നലുകൾ ലഭിച്ച മൺകൂനകൾ കേന്ദ്രീകരിച്ചൊക്കെ തന്നെയാണ് അവരുടെ പരിശോധന. ഈശ്വർ മാൽപ്പെ ആകട്ടെ ഇന്നലെയും ഇന്നും ടാങ്കർ ലോറിയുടേതെന്ന് കരുതപ്പെടുന്ന ചില വസ്തുക്കൾ, ഈ മെറ്റൽ പാർട്ടുകളൊക്കെ തന്നെ ഇത്തരത്തിൽ പുഴയിൽ നിന്ന് കണ്ടെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമല്ല, ഇന്ന് രാവിലെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഇന്ധനത്തിൻ്റെത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഡീസലിൻ്റെതെന്ന് നമ്മൾക്ക് കരുതാവുന്ന ഒരു സാന്നിധ്യം കൃത്യമായി പുഴയുടെ മേൽത്തട്ടിൽ നമ്മൾക്ക് തെളിഞ്ഞു കാണുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. താഴേക്ക് ഈശ്വർ മാൽപ്പെ ഇറങ്ങി അത് ഒരു ഇന്ധനത്തിന്റെ സാന്നിധ്യമാണ് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നമ്മൾ രതീഷ് സൂചിപ്പിച്ചതുപോലെ ഏകദേശം ഒരു കാർ 100 കിലോമീറ്റർ സ്പീഡിൽ ഓടിപ്പോകുന്ന ആ ഒരു വേഗതയിലായിരുന്നു പുഴയിൽ നദിയുടെ ഒഴുക്കുണ്ടായിരുന്നത്. മാത്രമല്ല ജലനിരപ്പ് ആരെയും ഭീതിപ്പെടുത്തുന്ന അത്രയും വലിയൊരു ഉയരത്തിലായിരുന്നു. ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ ഉണ്ടായിരുന്ന ചില മരങ്ങളുടെയൊക്കെ തന്നെ വേരുകൾക്ക് മുകളിലേക്ക് പോലും, വലിയ വൻ വൃക്ഷങ്ങളുടെ വേരുകൾക്ക് മുകളിലേക്ക് പോലും പുഴ ഒഴുകിപ്പോയതിന്റെ അല്ലെങ്കിൽ മറ്റ് വസ്തുക്കളൊക്കെ വന്നിടിച്ചതിന്റെ അടയാളങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അത്രയും വലിയ ഉയരത്തിലായിരുന്നു പുഴ ഒഴുകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പുഴ തികച്ചും ശാന്തമാണ്. അതുകൊണ്ട് തന്നെ അടിത്തട്ടിലെ കാഴ്ചകളൊക്കെ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആവും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി അവർ പങ്കുവച്ചിരുന്നു. അപ്പോൾ അതിന് അവർ പറഞ്ഞ ആ പോയിന്റുകൾ ശരിവെക്കാവുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ മാൽപ്പെ സംഘത്തിലെ ഈശ്വർ മാൽപ്പെ അടക്കമുള്ള 2 പേരാണ് പുഴയോട് ചേർന്ന് നിൽക്കുന്ന 15-20 മീറ്റർ ചുറ്റളവിൽ 2 ഇടങ്ങളിലായി ഇപ്പോൾ പരിശോധന നടത്തുന്നത്. NDRF ആ മണൽക്കൂനകൾ ഇത്തരത്തിൽ ഇവിടെ നിന്ന് ഷിരൂരിൽ നിന്ന് മലയിടിഞ്ഞ് വീണ് പുഴയുടെ നടുക്ക് ആണ് അത്തരത്തിൽ മണൽക്കൂനകൾ രൂപപ്പെട്ടിട്ടുള്ളത്. ആ അത്തരത്തിലുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചാണ് NDRF-ന്റെ ആ ഒരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നത്. എന്തായാലും മുൻ ദിവസങ്ങളിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഇന്നലെ രാവിലെ തൊട്ട് ഉച്ചവരെ കണ്ടിരുന്ന, അല്ലെങ്കിൽ ഇന്ന് രാവിലെ അല്പസമയമെങ്കിലും കണ്ടിരുന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിസ്സംഗ സമീപനം ഇപ്പോൾ പൂർണ്ണമായി മാറി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ ഒരു കേന്ദ്രീകൃത സംവിധാനത്തിലൂടെയാണ് ഇപ്പോൾ ഇവിടെ തിരച്ചിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു റിസൾട്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. രതീഷ്, സാരംഗും ഫെലിക്സുമാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ എന്താണ് സംഭവിച്ചത് എന്നതറിയാനുള്ള ആകാംക്ഷ എല്ലാവർക്കുമുണ്ട്. പ്രത്യേകിച്ച് വീട്ടുകാരെ സംബന്ധിച്ച് ദുഃഖത്തോടു കൂടി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതേസമയം തന്നെ പ്രതീക്ഷയും ഈ ദൗത്യത്തിലുണ്ടായിരുന്നു. കാലാവസ്ഥ വളരെ മോശമായിട്ട് പോലും അവിടുത്തെ തിരച്ചിൽ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് അതിനൊരു ഇടവേള ഉണ്ടായി. ഇപ്പോഴിതാ വീണ്ടും ആ തിരച്ചിൽ പുരോഗമിക്കുകയാണ്.